ഉടുപ്പാടി എന്തുണ്ടാക്കിയാലും അവിടെ എന്തെങ്കിലും ഒരു കുറവ് കാണാതിരിക്കത്തില്ല. പുറത്തു പോയി 4 കാശ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് അടുക്കളയിലെ കാര്യങ്ങളെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് ചെയ്തുകൂടെ? അമ്മ ഞാൻ ഉപ്പ് നോക്കിയതായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് ന്യായീകരിക്കാൻ നല്ല കഴിവാണല്ലോ. അപ്പുറത്തെ വിഷ്ണുവിന്റെ ഭാര്യ കാലത്തെ കമ്പനിയിൽ ജോലിക്ക് പോണവളാ. IT കമ്പനിയിൽ അവർക്ക് ജോലി, ലക്ഷങ്ങളാ സമ്പാദ്യം. ഇവിടെ ഒരുത്തി നിന്റെ കാശ് തിന്നാൻ വേണ്ടി മാത്രം. നീ രാവിലെ മുതൽ അടുക്കളയിൽ ജോലിയല്ലേ, നീ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇരിക്കേ. നീ കൂടുതൽ അവളെ ഇരുത്താനും നോക്കണ്ട, തലയിൽ കയറ്റി ഇരുത്തിയിരിക്കുക. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർ തന്നെ. നീ ഈ മാസത്തെ ലോൺ അടച്ച എല്ലാം നിന്റെ ഒറ്റ ശമ്പളത്തിൽ വേണ്ടേ കഴിയാൻ. 2 പേർക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ട് വല്ലോ ഈ വീട്ടിലുണ്ടാവുമായിരുന്നോ? അമ്മ, അതിന് ആര് വെറുതെ അല്ലല്ലോ ഇരിക്കുന്നത്. അവൾ PSC എക്സാം എഴുതുന്നുണ്ട്, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്രാവശ്യം ജോലി കിട്ടും. കിട്ടും. പിന്നെ ആ രാഘവന്റെ മരുമോള് നിനക്കറിയാലോ, അവക്ക് വരെ ബാങ്കിൽ ജോലി കിട്ടി. അവളെ ഫസ്റ്റ് ശമ്പളം വാങ്ങിച്ചിട്ട് അവനൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കും. അതിനും വേണം ഭാഗ്യം. നീ നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അലമാരുടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഞാൻ ചായ എടുക്കാൻ ചേട്ടാ. നീ അവിടെ നിന്നേ, ഇവിടെ ഇരിക്കും. ഇത് കഴിക്കുന്നിട്ട് ഇരിക്കല്ലേ പറഞ്ഞത്. കഴിക്കാൻ ആഹാ, വന്നോ കമ്പനി ഡയറക്ടർ? എന്തായി? ഇത്തവണെങ്കിലും ആ സീറ്റ് നിനക്ക് തരാമെന്ന് പറഞ്ഞോ, അതോ പതിവ് പോലെ പിന്നെ അറിയിക്കാന്ന് പറഞ്ഞോ? കിട്ടിയില്ലമ്മ. ഇന്റർവ്യൂ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തത്. പക്ഷെ അവർക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വേണ്ടത്. എക്സ്പീരിയൻസ് അതൊരു നല്ല കാരണമാണ്. എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവാനാ? പഠിക്കുന്ന സമയത്ത് ബുക്കും തുറന്നു വെച്ച് സ്വപ്നം കണ്ടോണ്ടിരുന്നാലൊന്നും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഒരൊറ്റ PSC ലിസ്റ്റിൽ നിന്റെ പേരില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല നിനക്ക് ഈ ജന്മത്തിൽ ജോലി കിട്ടും. അമ്മ, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. ശ്രമിക്കുന്നുണ്ട്. എടീ, ശ്രമിച്ചാൽ മാത്രം പോരാ, അതിന്റെ ബുദ്ധിയും ഭാഗ്യവും കൂടെ വേണം. ആ രാഘവന്റെ മരുമോളെ ഒറ്റ പ്രാവശ്യം എഴുതിയതേ ഉള്ളൂ, ബാങ്ക് ടെസ്റ്റ് കിട്ടി. അല്ലാതെ നിന്നെ പോലെ ചെരുപ്പും തേഞ്ഞ് ഇങ്ങനെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുകയല്ല അവള് ചെയ്യുന്നത്. എന്റെ മോന്റെ കാശ് പോണത് മാത്രം മെച്ചം. എന്തെങ്കിലും ചോദിക്കുമ്പോ കണ്ണീരൊഴുക്കാൻ മാത്രം അറിയാം. ഭയങ്കര മെഡിക്കുക. എന്റെ മോന്റെ ഒരു വിധി. അമ്മ, ഞാനെടുത്ത ബോഡി ലോഷൻ ബില്ലിട്ട കൂട്ടത്തിൽ കണ്ടില്ല. അമ്മ അതെടുത്ത് മാറ്റി വെച്ചായിരുന്നോ? എടി, അതൊക്കെ വരുമാനം ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയ ഇതിലും വലിയ ലോഷൻ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇതിപ്പോ എന്റെ മോൻ വേർപ്പൊഴിക്ക് ഉണ്ടാക്കുന്ന പൈസയാണ്. അതിങ്ങനെ ആഡംബര വസ്തുക്കളൊന്നും വാങ്ങിച്ച് ചെലവാക്കി കളയാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ, ഹരിയേട്ട എനിക്കിഷ്ടമുള്ളതും കൂടി വാങ്ങാനല്ലേ പൈസ ആണത്. ഞാനാണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. മതി, നിർത്ത്. വണ്ടിക്കൂലിക്ക് പോലും അവന്റെ മുമ്പിൽ കൈ നീട്ടുന്നവളല്ലേ നീ. ഇനിയിപ്പോ ബോഡി ലോഷൻ തേച്ച് വീട്ടിരിക്കാൻ പോവാ. നാളെ ഉണ്ടോടി നിനക്ക് ഇതൊക്കെ പറയാൻ? പൈസ തരുന്ന അവൻ അറിയില്ല എന്തിനാ ചെലവാക്കേണ്ടെന്ന്, വാങ്ങുന്ന നിനക്കും അറിയില്ല. ഇവിടെ നടക്കണം അങ്ങോട്ട്. താമസിച്ചാലേ വീട്ടിലെ ജോലികൾ പിന്നെ ആര് ചെയ്യും? നിന്റെ അച്ഛൻ വന്ന് ചെയ്യോ? ഹരിയേട്ടാ, എന്തായി ചെയ്യുന്നേ? ഉറങ്ങാറായില്ലേ? നാളെ ഓഫീസിൽ പോണ്ടേ? എനിക്ക് രാവിലെ ഓഫീസ് തുടങ്ങിയ 5 മണിയാകുമ്പോൾ ഓഫീസ് കഴിയും.
നിനക്ക് രാവിലെ 10 മണിക്ക് തുടങ്ങിയാലും രാത്രി 10 മണിയായാലും നിന്റെ ജോലി തീരില്ല. അപ്പം ഞാൻ കരുതി ഈ പണി ഞാൻ എടുക്കാം. ഇതൊക്കെ കണ്ട അമ്മ പറയും മോനെ കൊണ്ട് ഞാൻ വീട്ടുപണി ചെയ്യിക്കുകയാണ്. അതിനിത് അമ്മയെ ഒളിപ്പിച്ച് ചെയ്യേണ്ട കാര്യം വല്ലതും ആണോ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയല്ലേ, അപ്പോൾ പരസ്പരം സഹായിക്കാൻ വേണ്ടേ? ഡേ, നീ വല്ലാതെ ക്ഷീണിച്ചു, നീ പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഇത് ഞാൻ ചെയ്തോളാം. ചെല്ലേ. അതങ്ങനെയൊന്നും അല്ലമ്മ. ഹരിയുടെ അത്ര നന്നായിട്ടാ നോക്കുന്നത്. അമ്മ വെറുതെ ഓരോന്നാലോചിച്ച് വിഷമിക്കുകയും ചെയ്യരുതേ. അതല്ല മോളെ, നിനക്ക് ജോലി കിട്ടാത്തതിന്റെ പേരില് അവിടെ എന്തൊക്കെയോ പറച്ചിലുണ്ടെന്ന് അറിഞ്ഞു. നിന്റെ അച്ഛൻ അത് ഓർത്ത് വിഷമത്തില. കുറച്ചു ദിവസം ഇങ്ങോട്ട് പോരും മോളെ. അതൊന്നും വേണ്ടമ്മ. പിന്നെ ഇവിടുത്തെ അമ്മ പറയുന്നത് അത് പ്രായമാകുമ്പോ എല്ലാ അമ്മമാരും പറയുന്നതല്ലേ. അതിൽ കൂടുതലൊന്നും ഇല്ല. ഞാൻ ഇവിടെ നിന്നോളാം. എനിക്കതിലൊന്നും പ്രത്യേകിച്ച് സങ്കടമൊന്നും ഇല്ല അമ്മ. പിന്നെ അച്ഛനോട് പറയണേ എനിക്കിവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന്. വെറുതെ 2 നാൾ സങ്കടപ്പെടല്ലേ ഓരോന്നാലോചിച്ച്. ശരി അമ്മ, ഞാൻ വിളിക്കാം. ദേ ആര്, ഇന്ന് നമ്മുടെ ഇളയമേ കുടുംബവും വരുന്നുണ്ടെന്ന്. നീ അടുക്കളയിൽ വാ, നമുക്കൊരു നാടൻ സദ്യ കൊടുക്കണം അവർക്കെന്ന്. അമ്മ, എനിക്കിത് ഇന്റർവ്യൂ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ, എനിക്കിന്ന് പോയേ പറ്റുള്ളൂ. എന്തോന്ന് ഇന്റർവ്യൂ? ഇത്രയും നാൾ പോയിട്ട് നിനക്കൊന്നും കിട്ടിയില്ലല്ലോ, ഇതും കിട്ടാൻ പോണില്ല. നീ വാ. അമ്മ, ഈ ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. അതിന്റെ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് എന്തായാലും പോയേ പറ്റൂ. ഞാൻ വന്നിട്ട് ബാക്കി പണികൾ ചെയ്യാം. എടി, നിനക്കിതൊന്നും പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴാണോ വീട്ടിൽ പോണത്? എന്താ അമ്മ കിടന്ന് ബഹളം വെക്കുന്നത്? നീ നിന്റെ ഭാര്യ അടുത്ത് എന്നെ ചോദിക്ക്. ഇളയമേ കുടുംബം വരുന്നു എന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഇന്റർവ്യൂവിന് പോണോന്ന്. ഇതുവരെ പോയൊന്നും കിട്ടിയില്ല. ഇനി ഇതും കൂടെ കുറയ്ക്കണ്ട നീ. അവൾ ഇന്റർവ്യൂവിന് പോട്ടെ, അതിന് അമ്മ തടയുന്ന എന്തിന്? പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ആരുണ്ടാക്കൂടാ? അമ്മ, ഭക്ഷണമല്ലേ, അത് നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിയാൽ പോരെ? അമ്മയ്ക്ക് ഇപ്പൊ ആളായിട്ട് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ലീവ് എടുത്ത് ഇവിടെ നിൽക്കാം. എന്തായാലും അവൾ ഇന്റർവ്യൂവിന് പോകും. നീ വെറുതെ ഇതും കേട്ടോണ്ടിരിക്കാതെ ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം ശരി. അവള് പോട്ടെ അമ്മേ. വന്നല്ലോ അമ്മ മഹാറാണി. നാട് ഭരിക്കാനുള്ള ഓർഡർ കൊണ്ടാണോ വരവ്? അമ്മ, അത് നിർത്തടി നിന്റെ ന്യായീകരണം. എന്റെ ആയുസിൽ ഇന്ന് വരെ എന്റെ വീട്ടിൽ വരുന്ന അതിഥികൾക്കൊന്നും ഞാൻ ഹോട്ടലിലെ ഭക്ഷണം വാങ്ങി കൊടുത്തിട്ടില്ല. അതറിയോ നിനക്ക്? കുടുംബത്തിന്റെ മാനകളായിട്ട് വന്ന് നിൽക്കുന്നു. ഇന്നേ ഇളയമേ കുടുംബക്കാരും വന്നപ്പോഴേ അവർ പറഞ്ഞു കിടന്ന് ആക്ഷേപിക്കുകയായിരുന്നു, മരുമോൾക്ക് വലിയ ഉദ്യോഗം ആയതുകൊണ്ടാണോ ഹോട്ടലിലെ ഭക്ഷണം വാങ്ങി കൊടുത്തതെന്ന്. ഞാനത് കേട്ടപ്പോ അങ്ങ് ചൂളിപ്പോയി. നിർത്തടി, നിന്റെ നാടകം കൊണ്ട് എനിക്ക് മടുപ്പാ. ആദ്യം നീ നിന്റെ വീട്ടുകാരെ പോലെ ഭർത്താവിന്റെ വീട്ടുകാരെ കാണാൻ ശ്രമിക്കും. അതെങ്ങനെ? അതിനുള്ള വിവരം വേണ്ടേ? എടേ, ഇന്ന് എന്റെ മോ കഷ്ടപ്പെട്ട പൈസ ഞാൻ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തിരിക്കുക. ഇതൊക്കെ കേട്ട് നിനക്ക് ഒരു ഉളുപ്പൂല നിൽക്കുകയാണല്ലോ നീ. അമ്മേ, ഒന്നിടത്ത് ഞാൻ കൂടി പറഞ്ഞിട്ട് അവളിന്ന് പോയത്. വന്നവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുകയും ചെയ്തു. അതിനുള്ള കാശ് കൊടുത്തത് ഞാനാ. ഹരി, അമ്മേ, ഇനി അവളെ പറ്റി ഒരു വാക്ക് പറഞ്ഞ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല. നീ വീണ്ടും ഇങ്ങനെ അവളെ താങ്ങി സംസാരിക്കുകയാണോ? ചുമ്മാതല്ല, നീ അവളെ ഈ തലയെ കയറ്റി വെച്ചിരിക്കുന്നുണ്ടാ അവൾക്ക് ഈ തന്റെ ഇടം. ഒരു പണിക്കും പോവാതെ രാവിലെ. അമ്മേ, അവളിവിടെ വെറുതെ ഇരുന്ന് കഴിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഉള്ള എല്ലാ ജോലിയും ചെയ്യുന്ന അവളാണ്, മരുമകളാണ്. എന്നിട്ടും ഒരു ശമ്പളമില്ലാത്ത വേലക്കാരി പോലെ അവളിവിടെ ജോലി ചെയ്യുന്നത്. അവൾക്ക് ജോലി ഇല്ലാത്ത ഇവിടെ ഒരു ഭാരമാണെങ്കിൽ എന്റെ ശമ്പളം ഇവിടെ വേണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ നിന്ന് മാറാം. അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, അവളുടെ കരിയറുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പൊ നിനക്ക് ഞാൻ പറയുന്നതെല്ലാം തെറ്റാണല്ലേ? ഇവള് പറയുന്നതല്ലേ ശരി? നിനക്കിപ്പോ എന്നേക്കാൾ വലുത് അവളാണ്. എനിക്ക് മനസ്സിലായി. അമ്മ, ആര് ഈ വീട്ടിലൊരു അംഗമാണ്. അവൾക്കൊരു ജോലി കിട്ടിയാലും അതിന് നമ്മളെ കുടുംബത്തിലില്ല അതിന് നല്ലത്. അമ്മ, നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. ഇനി അഥവാ സപ്പോർട്ട് ചെയ്യില്ലെങ്കിലും ദയവ് ചെയ്ത് മാനസികമായിട്ട് അവളെ ഉപദ്രവിക്കരുത്. അഞ്ജലി മോളെ, നീ ഈ സമയത്ത് എന്താ നിന്റെ മുഖമൊക്കെ വല്ലായിരിക്കുന്നത്? അരുൺ എവിടെ? അയ്യോ, എന്ത് പറ്റും മോളെ? അമ്മേ, എനിക്ക് ഞാൻ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എന്നെ അവിടെ ആർക്കും വേണ്ട. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു.